ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് എറണാകുളം ജില്ല. അവതരണം സുനീഷ് വിതുര. ജനാധിപത്യ പ്രക്രിയയിൽ ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. വോട്ടിന്റെ വില പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാനായി ലോക്കൽ ബോഡി ഇലക്ഷൻ അവയർനെസ് പ്രോഗ്രാമിന്റെ നേതൃത്വത്തിൽ ഹ്രസ്വചിത്രം പുറത്തിറക്കി. വോട്ടിന്റെ വില എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഹ്രസ്വചിത്രം ജില്ലാ കളക്ടർ ജി പ്രിയങ്കയാണ് പുറത്തിറക്കിയത്. കളമശ്ശേരി SCMS കോളേജിലെ ഇലക്ടർ ലിറ്ററസി ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഹ്രസ്വചിത്രം ഒരുക്കിയത്. കോളേജിലെ വിദ്യാർത്ഥികൾ തന്നെയാണ് അഭിനേതാക്കളായത്. കണയന്നൂർ താലൂക്ക് തഹസീൽദാർ ജോസഫ് ആന്റണി ഹർട്ടിസ് എഴുതിയ കഥയ്ക്ക് ഇടക്കൊച്ചി വില്ലേജ് ഓഫീസിലെ വില്ലേജ് അസിസ്റ്റന്റ് പാർവതി മനതാനത്ത് തിരക്കഥ ഒരുക്കി. സംവിധാനം ബിജു മാഞ്ഞാലിയും ഛായാഗ്രഹണം ശിവൻ മലയാറ്റൂരുമാണ് നിർവഹിച്ചത്. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ സുനിൽ മാത്യു, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ NB ബിജു, കണയന്നൂർ താലൂക്ക് തഹസീൽദാർ ജോസഫ് ആന്റണി ഹർട്ടിസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മലയാള ഭാഷയുടെ ഭാവി സുരക്ഷിതമാണെന്ന പ്രതീക്ഷയാണ് യുവതലമുറ നൽകുന്നതെന്ന് പ്രശസ്ത നോവലിസ്റ്റ് TD രാമകൃഷ്ണൻ പറഞ്ഞു. ജില്ലാ ഭരണകൂടവും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച ഭരണഭാഷാ വാരാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി മാറ്റങ്ങൾക്ക് വിധേയമായി ഭാഷയുടെ വിനിയോഗം വർദ്ധിച്ചു വരികയാണ്. പുതുതലമുറയെ വായനയിലേക്ക് അടുപ്പിക്കാൻ ഇതിലൂടെ ഒരു പരിധിവരെ കഴിയുന്നുണ്ട്. നിരന്തരമായ നവീകരണത്തിലൂടെ മാത്രമേ ഭാഷയെ സംരക്ഷിക്കാൻ സാധിക്കൂ. നിരവധി വാക്കുകൾ ഉപയോഗിക്കപ്പെടാതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭരണഭാഷാ ആഘോഷങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം ഭരണ സംവിധാനം സാധാരണക്കാരിലേക്ക് എത്തിക്കുക, ഇടപെടൽ സുഗമമാക്കുക എന്നതാകണം. ഭാഷ ആശയവിനിമയത്തിനുള്ള ഉപാധിയാണ്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും മനസ്സിലാകുന്ന രീതിയിൽ ആകണം ഭരണഭാഷയുടെ ഉപയോഗം എന്നും അദ്ദേഹം പറഞ്ഞു. മലയാള സാഹിത്യത്തിന് നിസ്തുല സംഭാവനകൾ നൽകുന്ന TD രാമകൃഷ്ണനെ ജില്ലാ കളക്ടർ ചടങ്ങിൽ ആദരിച്ചു. റോഡ് നികുതി വെട്ടിച്ച് സർവീസ് നടത്തിയ 25 അന്തർ സംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകൾക്കെതിരെ നടപടി. കേരളത്തിൽ നികുതി അടയ്ക്കാതെ സർവീസ് നടത്തിയ ഇതര സംസ്ഥാന ബസ്സുകളാണ് കൊച്ചിയിൽ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത്. വാഹനങ്ങൾക്കെതിരെ വിവിധ നിയമലംഘനങ്ങൾക്ക് കേസുകൾ രജിസ്റ്റർ ചെയ്തു. കേരളത്തിന്റെ ടൂറിസം സ്വപ്നങ്ങൾക്ക് പുതിയ കുതിപ്പേകാൻ കൊച്ചിയിൽ സീപ്ലെയിൻ പറന്നിറങ്ങി. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3:13 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട സീപ്ലെയിൻ 3:28 കൊച്ചി ബോൾഗാട്ടി മറീനയിൽ ലാൻഡ് ചെയ്തു. രാവിലെ 11 വിജയവാഡയിൽ നിന്ന് പുറപ്പെട്ട സീപ്ലെയിൻ ഉച്ചകഴിഞ്ഞ് 2:30 കൊച്ചി വിമാനത്താവളത്തിലിറങ്ങി. തുടർന്ന് ഇന്ധനം നിറച്ച ശേഷം ബോൾഗാട്ടിയിലേക്ക് പുറപ്പെട്ടു. 3 തവണ താഴ്ന്നു പറന്ന ശേഷമാണ് വിമാനം മറീനയിൽ ഇറങ്ങിയത്. ഡി ഹാവ് ലാൻഡ് കാനഡ കമ്പനിയുടെ 17 സീറ്റുള്ള സീപ്ലെയിനാണ് കൊച്ചിയിൽ എത്തിയത്. കനേഡിയൻ പൗരന്മാരായ ഡാനിയൽ മോണ്ട്ഗോമറി, റോഡ്ഗർ ബ്രിഞ്ചർ എന്നിവരാണ് വിമാനത്തിന്റെ പൈലറ്റുമാർ. യോഗേഷ് ഗാർഗ്, സന്ദീപ് ദാസ്, സയ്യിദ് കമ്രാൻ ഹുസൈൻ, മോഹൻ സിംഗ് എന്നിവരാണ് ക്രൂ അംഗങ്ങൾ. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ഡയറക്ടർ G മനുവും സീപ്ലെയിനിലുണ്ടായിരുന്നു. മറീനയിലെത്തിയ സീപ്ലെയിനിലെ ക്യാബിൻ ക്രൂ അംഗങ്ങളെ ടൂറിസം വകുപ്പ് സെക്രട്ടറി K ബിജു, ഏവിയേഷൻ സെക്രട്ടറി ബിജു പ്രഭാകർ, ജില്ലാ കളക്ടർ NSK ഉമേഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. കേരള കയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ ജില്ലയിലെ കയർ തൊഴിലാളികളുടെ പ്രതിമാസ വിഹിതം സ്വീകരിക്കുന്നതിനുള്ള ക്യാമ്പ് ഈ മാസം 17-18 തീയതികളിൽ പറവൂർ കയർ പ്രോജക്ട് ഓഫീസിൽ നടത്തും. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 3 വരെ കയർ തൊഴിലാളികൾക്ക് ഓഫീസിലെത്തി വിഹിതം അടയ്ക്കാവുന്നതാണ്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.